ഫലം വരും മുൻപേ പിടിവലി. ഫലം വരാതെ വിഷയത്തിൽ പരസ്യ ചർച്ചകൾ വേണ്ടെന്ന പൊതുനിലപാട് കാറ്റിൽ പറത്തി കെ സുധാകരൻ KC വേണുഗോപാലിന് വേണ്ടി ഇന്നലെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. കേരളം KC നയിക്കട്ടെ എന്ന ആഹ്വാനവുമായിട്ടായിരുന്നു സുധാകരന്റെ പോസ്റ്റ്. കോൺഗ്രസിന്റെ മഹാനേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിന്റെ മുടിചൂടാമന്നനായി ഉയരാൻ KCക്ക് കഴിയുമെന്ന് പോസ്റ്റിൽ വാഴ്ത്തിയിരുന്നു. കേരളത്തിലെ വോട്ടർമാർക്ക് ഈ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന ഈ പൊറോട്ട നാട് കണ്ടല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടിയിലൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരാൻ ഒരു 10-25 ദിവസം ബാക്കി നിൽക്കുമ്പോൾ നടക്കുന്ന ഈ മുഖ്യമന്ത്രി ചർച്ചകളും മന്ത്രി കസേര ചർച്ചകളും ഒക്കെ നടക്കുന്നത് അതൊരു സ്ഥിരം പതിവായതുകൊണ്ട് മലയാളിക്ക് ഇതൊരു പുതിയ ഒരു അനുഭവമൊന്നും ആയിരിക്കില്ല. അതൊരു സാധാരണ സംഭവമായിരിക്കും. ഈ പുതിയ വോട്ടർമാർക്ക് ഈ ആദ്യമായിട്ട് 18 വയസ്സായി വോട്ട് ചെയ്യുന്ന അവർ പണ്ട് പിള്ളേരൊക്കെ ആയിരുന്നവർക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അതിശയമുള്ള കാര്യമായിരിക്കും. കാരണം ഇലക്ഷൻ റിസൾട്ട് പോലും വന്നില്ല. ഇവരെങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്? അത് ഒരാൾ പോലുമല്ല, ഏതാണ്ട് ഒരു 5-6 പേരാണ് മത്സരരംഗത്തുള്ളത്. MP-മാർ മത്സരിക്കുകയേ വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ വരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിമുമായിട്ട് വരുന്നു. എന്താ ഈ നടക്കുന്നത് എന്ന് അവരുടെ മനസ്സിലൊരു പക്ഷെ തോന്നിയേക്കാം. എന്തായാലും നമുക്കിതിന് വിവാദം കൊളുത്തിവിട്ടത് എറണാകുളത്തു നിന്നാണെങ്കിലും ഈ തനിക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു പക തീർക്കുന്നതാണോ നമ്മുടെ സുധാകരൻ സാറ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സുധാകരൻ സാറ് പറയുന്നത് തന്നെ നമുക്ക് നേരിട്ടാണ് കേൾക്കാം. ചർച്ചകൾ നടക്കട്ടെ. ചർച്ചകൾ നടന്നാലല്ലേ തീരുമാനങ്ങൾ വരൂ. തീരുമാനം വന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ. ഫലം വരുന്നതിന് മുൻപ് തന്നെ ഈ മുഖ്യമന്ത്രി ആരും നോക്കിയ കോൺഗ്രസിൽ എന്താ അത്ഭുത? കേരളത്തിൽ ഇതിനു മുമ്പൊന്നും ഇലക്ഷൻ നടന്നിട്ടില്ലേ? അപ്പൊ സുധാകരൻ സാറിന് കാര്യങ്ങളൊക്കെ അറിയാം. ഇതിനു മുമ്പും ഇലക്ഷൻ നടന്നിട്ടുണ്ടെന്നും അന്നും ഈ കലാപരിപാടി നടന്നിട്ടെന്നും മുഖ്യമന്ത്രിയെല്ലാം മന്ത്രിസഭയെ വരെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ട് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ പൊട്ടിപ്പോവുകയെ 18 നിലയ്ക്ക് പൊട്ടിപ്പോയി. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു. അതുപോലെ ഇത്തവണയാവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ചർച്ച നടക്കട്ടെ. കോൺഗ്രസിൽ ഇതൊക്കെ പതിവാണെന്നാണ് നമ്മുടെ നേതാവ് പറയുന്നത്. ഇനി മൂപ്പര് ശരിക്ക് പണി കൊടുത്താണോ എന്നറിയില്ല. ഇവിടെ സീറ്റ് കിട്ടിയില്ലല്ലോ മൂപ്പർക്ക്. എന്നാ ഇരിക്കട്ടെ ഈ ഒരു പണി എന്നുള്ള നിലയ്ക്ക് ഒരു പണി കൊടുത്തു എന്ന് വിചാരിച്ചതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ബാക്കി പറയാനുള്ള കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇലക്ഷൻ്റെ റിസൾട്ട് വരാനൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ചർച്ച തുടങ്ങലില്ലേ? ചർച്ച തുടങ്ങാറുണ്ട്. അതൊക്കെ ഒരുപാട് എത്രയോ കാലത്തെ പഴക്കമുള്ളവരാണ്. നിങ്ങൾ പുതിയ പത്രക്കാരാ, നിങ്ങൾക്കത് അറിയില്ല. കണ്ടോ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയാണ് ഇതൊരു സ്ഥിരം ശൈലിയാണ് കോൺഗ്രസിലെന്നും പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പുതിയ വോട്ടേഴ്സിന് അറിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ പുതിയ പത്രപ്രവർത്തകർക്കും ഇതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഈ ആന മണ്ടത്തരം ചോദ്യമൊക്കെ നമ്മുടെ ഈ സുധാകരൻ നേതാവിനോട് ചോദിക്കുന്നത്. ഇതൊക്കെ കോൺഗ്രസിലെ ഒരു സ്ഥിരം പരിപാടിയാണ്. 2021 മുഖ്യമന്ത്രിയും മന്ത്രിസഭയും വകുപ്പുകളും കാറ് വരെ ഏതാണ്ട് നിശ്ചയിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ എന്തായി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പൊട്ടിയെന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞില്ലേ പിണറായിക്ക് തുടർഭരണവും അതും ഒരു 91 സീറ്റ് ഉണ്ടായിരുന്നു 99 സീറ്റായി വർദ്ധിപ്പിച്ച് ജനങ്ങൾ ഇവരെ ഒരു മൂലക്കിരുത്തി, പ്രതിപക്ഷത്തിരുത്തി. ഇത്തവണയും അത് തന്നെയാണോ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ സുധാകരൻ സാറിന് അറിയുമായിരിക്കും. എന്നാൽ പറ്റാവുന്ന വിധത്തിൽ നാറ്റിച്ച് വിട്ടേക്കാം എന്നെങ്ങാനും വിചാരിച്ചതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പരിപാടി ഗംഭീരമായിട്ടുണ്ട്. സുധാകരൻ സാർ കുറച്ചും കൂടെ കാര്യം പറയാൻ സാധ്യതയുണ്ട്. പറയട്ടെ. പാരമ്പര്യമില്ലാത്തവരായി പറയുന്നത് ഈ വർത്തമാനം പറയുന്നത് എന്താ ഫലമില്ലാണ്ട് എന്ത് ഉറപ്പല്ലേ? സംസാരിച്ചാലല്ലേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലല്ലേ അതിനുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇല്ല, എന്താ ക്ഷീണം? ക്ഷീണം എന്താ? പാർട്ടിയാണ് ചർച്ച ചെയ്യുന്നത്. എന്തൊരു ക്ലാരിറ്റിയാണ് നമ്മുടെ സുധാകരൻ സാർ പറയുന്നത്. പാർട്ടിയാണ് ഇത്ര ചർച്ച ചെയ്യുന്നത്, ഈ നേതാക്കളൊന്നുമല്ല. ഈ പറയുന്ന ഓരോ വ്യക്തികൾ പറയുന്ന അഭിപ്രായമൊന്നുമല്ല നമ്മൾ ഈ കേൾക്കുന്നത്. പാർട്ടി ഇപ്പം തന്നെ ചർച്ച തുടങ്ങി എന്നാണ് പറയുന്നത്. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടി ചർച്ച തുടങ്ങി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കരുത് കേട്ടോ. സംഗതി എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ഇലക്ഷൻ നടത്തുക, അതിലൊരു റിസൾട്ട് വരിക, ആരാണ് ജയിച്ചതെന്നറിയണം. എന്നിട്ടല്ലേ മന്ത്രിസഭ രൂപീകരിക്കേണ്ടത്. LDF ആണ് ജയിക്കണമെങ്കിലോ, ഇനി ഇതൊന്നുമല്ല NDA ആണ് ജയിക്കണമെങ്കിലോ അവരല്ലേ മന്ത്രിസഭ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പേ ഇവരെന്താണ് സ്വപ്നത്തിലൊരു മന്ത്രിസഭ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ പറയുക? VD സതീശൻ സാർ വിട്ടുകൊടുക്കുമോ? അദ്ദേഹമാണ് ഈ കുറച്ച് കാലമായി പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് എന്ന് മാത്രമല്ല എറണാകുളത്തു നിന്നൊരു നേതാവ് അദ്ദേഹം തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് ഭംഗ്യം ധേരണ സൂചിപ്പിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ വഴി
വലിയ തോതിൽ വി ഡി സതീശൻ സാറിന് വേണ്ടി ചരട് വലിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല സാറിന് പാവം അത്രയ്ക്കൊന്നും ആവുന്നില്ലെങ്കിലും പറ്റാവുന്ന വിധത്തിൽ അദ്ദേഹം നോക്കുന്നുണ്ട്. പിന്നെ KC വേണുഗോപാലൻ സാറ് തന്നെ വേണമെന്നാണ് സുധാകരൻ സാർ പറയുന്നത്. അതിനു വേണ്ടി പല നേതാക്കളും, കാരണം ഈ ഹൈക്കമാൻഡ് ആണല്ലോ KC വേണുഗോപാൽ സാറ്, അതുകൊണ്ട് ഹൈക്കമാൻഡ് ആണല്ലോ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി. അതുകൊണ്ട് ഹൈക്കമാൻഡിനെ തന്നെ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നാൽ പല ഗുണങ്ങളും സുധാകരൻ സാർ മനസ്സിൽ കാണുന്നുണ്ടാവാം. ഒരു പക്ഷേ ബൈ ഇലക്ഷനൊക്കെ വരുമല്ലോ. ബൈ ഇലക്ഷൻ വന്നാൽ MP മത്സരിക്കാമല്ലോ. ഇപ്പം എങ്ങനെയാണ് ഒരു MP മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കും ഇവിടെ ഒരു സീറ്റ് തന്ന് ഒരു ബൈ ഇലക്ഷൻ വഴി ഇവിടേക്ക് വരണമെന്ന് പറയാമല്ലോ. അങ്ങനെ പലവിധ ചിന്തകൾ മനസ്സിലുണ്ടായിരിക്കാം. എന്തായാലും ഗംഭീര പോരാട്ടമാണ്. മലയാളികൾ പടുവിഡ്ഢികൾ എന്നല്ലാണ്ട് എന്ത് പറയാണ്. ഇവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവർ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിധി, ഈ വോട്ടേഴ്സിൻ്റെ വിധി, കേരളത്തിൻ്റെ വിധി, മലയാളക്കരയുടെ വിധി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഈ അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള പിടിവലിയാണ് ഇവർ നടത്തുന്നത്. 10 വർഷമായി അധികാരമില്ലാത്തതിൻ്റെ ഒരുതരം ഭ്രാന്താവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്നൊക്കെ ഈ ഇടതുപക്ഷം പറയുന്നു. അത് നമുക്ക് ഒരാളോടും കൂടെ ചോദിച്ചൊന്ന് കൺഫേം ചെയ്യാം. അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് തൃപ്തിയാവും. അതുകൊണ്ട് അതുകൂടെ കേട്ടിട്ട് നമുക്ക് ഇതിവിടെ നിർത്താൻ. നന്ദി, നമസ്കാരം. അത് കേൾക്കാതെ വിടരുത് കേട്ടോ. UDFന്റെ പാരമ്പര്യം അതാണല്ലോ. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊക്കെ മത്സരിച്ച എൻ്റെ മണ്ഡലത്തിൻ്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് എന്തിനാ തർക്കിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ 140 സീറ്റും എനിക്ക് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആണ് പിന്നെ UDF പറഞ്ഞാലും ഇനിയിപ്പോൾ എന്തിനാ തർക്കിക്കാൻ പോകുന്നത്? അല്ലെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം എത്ര 3 മുഖ്യമന്ത്രിമാരുണ്ടോ? 5 മൂന്നവരുണ്ട്. ഇനിയും കൂടും. 3 ചുരുക്കി. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വകുപ്പെല്ലാം തിരിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വകുപ്പെല്ലാം തിരിച്ചിരുന്നു. കാറിൻ്റെ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. നമ്പർ അവിടെ അത് മാറ്റി വെച്ചിരുന്നു. കാറിൻ്റെ നമ്പർ നമ്പറും എല്ലാവർക്കും ഇഷ്ടമില്ല. കാരണം അവർക്ക് പിന്നെ ജോത്സ്യനെ ചെന്ന് കണ്ടിട്ടൊക്കെ കാറിൻ്റെ നമ്പർ നിശ്ചയിക്കാൻ പറ്റും. അങ്ങനെ ജോത്സ്യം പറഞ്ഞ നമ്പറും കൊണ്ട് വന്നപ്പോഴാണ് ഇവിടെ റിസൾട്ട് വേറെ തലേദിവസം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പലതും നമ്മൾ കാണേണ്ടി വരും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പോലും നിങ്ങളെ കളിയാക്കണ കാണുന്നില്ലേ? എൻ്റെ കോൺഗ്രസ് നേതാക്കളെ, നിങ്ങൾക്ക് ഈ മെയ് 4 വരെ ഒന്ന് കാത്തിരുന്നു കൂടെ? നിങ്ങൾക്കാണ് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ, UDFനാണ് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ, ഈ 5-6 ഗ്യാരണ്ടികൾക്കാണ് ജനം വോട്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ആരെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാമല്ലോ. VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ സുധാകരനെയോ KC വേണുഗോപാലിനെയോ അല്ല ഇനി രാഹുൽ ഗാന്ധിയെ പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുന്ന് ബൈ ഇലക്ഷനിൽ നിർത്തിയിട്ട് ജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കാലോ. ആരാ നിങ്ങളോട് വേണ്ടാന്ന് പറഞ്ഞ് 2-3 ആഴ്ച സമയം എടുത്തിട്ട് നിങ്ങളൊരു മന്ത്രിസഭ രൂപീകരിച്ചാലും മലയാളികൾ വെയിറ്റ് ചെയ്യുമല്ലോ. അവർക്ക് അത്ര അർജൻറ്റുള്ള കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത്തരം പേക്കൂത്തുകൾ കാണിക്കുന്നത്? എന്തിനാണ് ഈ വോട്ടേഴ്സിനെ കൊണ്ടും ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് അയ്യേ കഷ്ടം എന്ന് പറയിപ്പിക്കുന്നത്? മഹാബോറൻ പരിപാടിയാണ് ഇത് എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം വെച്ചെങ്കിലും നിങ്ങൾക്കതൊന്നും ഒരു പാഠമാകേണ്ടതല്ലേ? മഹാ കഷ്ടമെന്നേ പറയേണ്ടതുള്ളൂ. ഒരു പക്ഷേ ഈ ഒരു കാര്യം ചിലപ്പോൾ ഈ ജനങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം മിക്കവാറും ഈ മെയ് 4-ാം തീയതി വരെ പറഞ്ഞു തീർക്കേണ്ടി വരുമോ എന്നുള്ളത് ആര് കണ്ടു? എന്തായാലും കേരളത്തിനും മലയാളികൾക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രം ആശിക്കാം. നന്ദി, നമസ്കാരം.